മിനിയാന്ന് രാത്രി ഞാൻ പറഞ്ഞല്ല. ആ ആ മിനിയാന്ന് രാത്രി എടാ കുണ്ടെന്ന് വിളിക്കല്ലടാ, സത്യമായിട്ട് വിളിക്കല്ലടാ. അത് ഞാൻ ചെയ്യാത്ത കാര്യടാ. ഓൻ്റെ ഇതിന് വേണ്ടിയിട്ട് ആക്കിയെടുത്ത് ഇതാടാ. അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു വീഡിയോ കാണിച്ചു തരണ്ടേ, മനസ്സിലായോ? ഇല്ലാത്ത കാര്യവും പറഞ്ഞിട്ട്. ഓക്കെ, കുഴപ്പമില്ല. ഞാൻ എന്നെ പിടിക്കുന്ന വരെ ഞാൻ എല്ലാ ദിവസവും രാത്രി 10 മണിക്ക് ഒരു ലൈവ് ഉണ്ടാവും. ഒന്നിക്ക് ഇപ്പോൾ പിടിക്കും, അല്ലെങ്കിൽ നാളെ പിടിക്കും, എപ്പാന്നറിയില്ല. പിടിക്കുന്ന വരെ ലൈവിൽ തന്നെ പിടിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം, മനസ്സിലായോ? ഇതിലാണല്ലോ ഇതെല്ലാം ഇതായത്. അപ്പം ഇതിൽ തന്നെ തീരട്ടെ. ഇന്നല്ലെങ്കിൽ നാളെ എന്നെ എന്തായാലും പിടിക്കും, അതെനിക്ക് ഉറപ്പാ. ഡബ്ല്യു ഷമീർ ഫോർ ഷോയിങ് തൊപ്പി റിയൽ ഫേസ്. എടാ അതിന് എന്നിട്ട് അനക്കെന്താടാ കിട്ടിയത്? അനക്കെന്താ കിട്ടിയത്? എനിക്ക് മെൻ്റൽ ഇതോ? മിനിയാന്ന് രാത്രി പോലീസുകാർ വന്നെന്ന് പറയും. മിനിയാന്ന് രാത്രി എന്തോ ഒരു ന്യൂസ് കണ്ടിട്ട് ഞാൻ കാണുന്ന എന്താ അറിയോ? ഞാൻ ഒരു 3-4 ദിവസമായിട്ട് അതിന് മുമ്പ് ഉറങ്ങിയിട്ടില്ല. കാരണം ഉറങ്ങാൻ പറ്റൂലല്ലോ, നിങ്ങൾക്കറിയാലോ. അപ്പോൾ പെട്ടെന്നുണ്ട് കാലിൽ കണ്ണുനീര് ഉറ്റുന്നു. ആരത്? ജാസീൻ്റെ കണ്ണീരുറ്റുന്ന ഞാൻ അങ്ങനെ ഞാൻ എണീക്കുന്നത്, മനസ്സിലാവും? എല്ലാവരും പോയി മനസ്സിലാവും? എല്ലാവരും ഓടി. ജീവനും കൊണ്ട് ഉള്ള എല്ലാവരും ഓടി, മനസ്സിലാവും? ഞാനും ഓടി, മമ്മു ഓടി, ജാസും ഓടി, എല്ലാവരും ഓടി. കാരണം അല്ലെങ്കിൽ നമ്മളെ പിടിച്ചിട്ടിട്ട് നമ്മളെ ഇതിൻ്റെ ഇതാക്കിയിട്ട് ബാക്കി എല്ലാവരും ഒരാളെ പിടിച്ചിട്ട് നമ്മളാണ് പ്രതികൾ എന്ന് പറഞ്ഞിട്ട് ബാക്കി ഈ പറഞ്ഞ എക്സ്പോസ് ചെയ്ത അവരെല്ലാം പൈസയും ഉണ്ട്, അവരെല്ലാം വേണ്ട ഇൻഫ്ലുവൻസും ഉണ്ട്, ഇതുമുണ്ട്. അതുകൊണ്ട് അവരെ ഇതിൽ ഇതാക്കും. നമുക്കിതൊന്നും ഇല്ലാത്തതുകൊണ്ട് എപ്പം വേണമെങ്കിലും പിടിയുക, എപ്പം വേണമെങ്കിലും. ഒന്നിക്ക് ഇന്ന് അല്ലെങ്കിൽ നാളെ എന്തായാലും പിടിക്കും, അത് ഉറപ്പാ. അപ്പോൾ എനിക്ക് ഈ പറഞ്ഞ പോലെ സ്വന്തമായിട്ട് പോയി കിട്ടി. എനിക്ക് അങ്ങനെ തന്നെ തോന്നുന്ന കാര്യം. നമ്മൾ ഈ കാര്യങ്ങൾ പറയാമെന്ന് വിചാരിച്ചേട്ടാ, ഞാൻ പറഞ്ഞതിലൊന്നും ഒന്നും തെറ്റില്ലടാ. അവൻ ആ നാറി ഇല്ലാത്തൊരു വീഡിയോ എടുത്ത് ഇട്ടല്ലോ അവന്. ഞാൻ അവൻ്റെ ഇട്ട ഒന്നും ഫേക്കല്ല, മനസ്സിലായോ? ആ നാറി ഇല്ലാത്തൊരു വീഡിയോ, അതായത് ശരിയാന്ന്, ഞാൻ മാസ്റ്റർബേറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ എല്ലാവരും ചെയ്യുന്നുണ്ട്. ആ സംഭവം ഞാൻ ചെയ്തിട്ടുണ്ട്, ഇല്ലയെന്ന് അറിയില്ല. അപ്പോൾ ഈ മമ്മു എന്ന് പറയുന്ന നാറി ഇങ്ങനെ എന്താ തുടരും പിടിക്കാനും വേണ്ടി ഇങ്ങനെ വന്നു. അതുപോലെ അങ്ങനെ കൺവേർട്ട് ചെയ്തു, മനസ്സിലായോ? നന്മവരം കളിച്ചവൻ കൺവേർട്ട് ചെയ്തു. എന്താടാ എനിക്ക് നോക്കാൻ പറ്റുന്നില്ലടാ, എന്താടാ? ഇത് കോംപ്രമൈസ് ബ്രോ വിത്ത് തൊപ്പി. എന്തിനാടാ കോംപ്രമൈസ് ചെയ്യണ്ടേ? അപ്പൊ സത്യം പറഞ്ഞതിൽ കോംപ്രമൈസ് ചെയ്യണോ? സത്യം പറഞ്ഞതിൽ കോംപ്രമൈസ് ചെയ്യണം എന്നാണോ പറയുന്നത്? അങ്ങനെയാണോ? അങ്ങനെ ഇത്ര ഇതാക്കിയിട്ട് ഇനി ഞാൻ കോംപ്രമൈസ് ചെയ്യണമെന്നോ? ഇല്ലടാ, കോംപ്രമൈസും ഇതൊന്നുമില്ല. ഞാൻ പറഞ്ഞതിലോ ഞാൻ ചെയ്തതിലോ ഇന്നും ഒരു തെറ്റും തോന്നുന്നില്ല. ഞാൻ ചെയ്തത് കറക്റ്റ് തന്നെയാണ്. ഞാൻ ചെയ്തത് കാണിച്ചത് റിയൽ ഫേസ് തന്നെയാണ്, മനസ്സിലായോ? അപ്പോൾ കോംപ്രമൈസ് ചെയ്യേണ്ട ആവശ്യമില്ല, മനസ്സിലായോ? നിങ്ങൾ പറ്റുമെങ്കിൽ ഇത് ആയിരിക്കും അധികം ആൾക്കാരിലേക്ക് ഈ ലൈവ് എത്തിക്കാണ്ടിരിക്കും. അതാണ് ഞാൻ സ്റ്റോറിയോ ഒരു ലൊട്ടി വിടാണ്ട് ഞാൻ വന്നത്. അപ്പോൾ പറ്റുമെങ്കിൽ ഇത് ആരും അറിയിക്കാണ്ടിരിക്കുക, ലൈവുള്ള ആരും അറിയാണ്ടിരിക്കുക, ആരും അധികം വരാണ്ടിരിക്കുക. ആ ഒരു ഉപകാരം ചെയ്തു തന്നാൽ മതി. ജാസും അമ്മോ എവിടെ? അവരെല്ലാം പോയി, അവരെല്ലാം ഓടി, മനസ്സിലായോ? അവരെല്ലാം ഓടി, മനസ്സിലായോ? എല്ലാവരും പോയി. ഇതിപ്പോ ഡ്രഗ് ടെസ്റ്റ് എല്ലാം നടത്തി ബ്രോ. അതിന്റെ റിസൾട്ട് വാങ്ങാൻ പോലും പോകാൻ പറ്റാത്ത അവസ്ഥയാണ്, മനസ്സിലായോ? എന്താണെന്നൊന്നും അറിയില്ല. അതിനിപ്പോൾ എന്ത് പറ്റും? എക്സൽ ന്യൂ GTA ഗ്യാങ് എന്താ ചെയ്യടാ? ജീവിതം നാട് വിട് ഫൈറ്റ് പീസ്. ഏടെ നാട് വിടാൻ ഈ പറയുന്നത്? ഏടെ നാട് വിട്ടാലും പൊക്കോടാ, എന്തായാലും പൊക്കും, മനസ്സിലായോ? എവിടെ നാട് വിട്ടാലും പൊക്കും.
ഒറ്റപ്പെട്ടോന്ന് ചോദിച്ചാൽ സത്യമായിട്ട് ഒറ്റപ്പെട്ടു മോനെ. പറഞ്ഞ പോലെ എല്ലാവരും ഉണ്ടായിരുന്നു. ഇപ്പം കുറേ കാര്യങ്ങൾ മനസ്സിലായി. ഇനിയിപ്പോൾ ഒന്നും ചെയ്യാനൊന്നുമില്ല, എന്താന്നൊന്നും അറിയില്ല. കുറേ ന്യൂസ് ഉണ്ട്, ഇതുണ്ട് എന്നെല്ലാം അറിയാം, വേറെ ഒന്നും അറിയില്ല. ഒന്നും കാണാൻ പോലും പറ്റിയില്ല. കാരണം എന്തെങ്കിലും അറിയുമ്പോൾ പേടിയും ഇതും വന്ന് ആത്മഹത്യ ചെയ്യാനാ തോന്നുന്നു. ആദ്യം വരുന്ന ചിന്ത പറഞ്ഞാൽ ആത്മഹത്യ ചെയ്യാനാണ്. കാരണം ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എല്ലാം തീർന്നല്ലോ, വേറെ ഒന്നും ചെയ്യണ്ടല്ലോ. ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, എല്ലാം ബാക്കിയുള്ള ഇത് നോക്കുമല്ലോ. അങ്ങനെയും ചിന്തിച്ച് അങ്ങനെയും ചിന്തിച്ച് ബാത്റൂമിൽ വേറെ ആരെങ്കിലും ഉണ്ടാകുമ്പോൾ മനസ്സിലായി. അങ്ങനെ എന്താടാ എനിക്ക് ഇതൊന്നും പറയാൻ പോലും പറ്റുന്നില്ലടാ. എന്തിനാ മമ്മൂന്റെ മുമ്പിൽ വെച്ച് ഇതാക്കിയെന്നാടാ. ഞാൻ ഒരു കാര്യം പറയട്ടെടാ, നമ്മളെല്ലാരും ബാച്ചിലേഴ്സ് ആയിട്ട് താമസിക്കുന്നതാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മള് ബാത്റൂമിൽ വേറെ ആരെങ്കിലും ഉണ്ടാകുമ്പോൾ മനസ്സിലായി. അങ്ങനെ എന്താടാ എനിക്ക് ഇതൊന്നും പറയാൻ പോലും പറ്റുന്നില്ലടാ. എടാ അതെല്ലാം നമ്മൾ അത്രയും പ്രൈവറ്റ് ആയിട്ട് ഇതാക്കുന്നല്ലേ. അതൊന്നും ഈ പറഞ്ഞ പോലെ ഇവന്മാരിങ്ങനെ ചെയ്യുമെന്ന് അറിയുന്നില്ലല്ലോ. അതുകൊണ്ടാണ് ഞാനും ബാക്കിയുള്ള ഇവന്മാരെ സത്യങ്ങൾ ഞാൻ പൊളിച്ചു. എന്നിട്ട് ഇവന്മാർ ഇത് നന്മവരും കളിച്ച് ജനങ്ങളെയും പറ്റിച്ചിട്ട് നിങ്ങളെയും മണ്ടന്മാരാക്കി ഇതാക്കാന്നാന്ന് വിചാരിച്ചത്. ഞാൻ ഇതിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ അങ്ങനെ തന്നെ വിചാരിക്കുക. ഇതിപ്പോൾ അവൻ്റെ സത്യം കൂടി പുറത്ത് വന്നല്ലോ. ഓൻ നന്മ കളിച്ചിട്ട് ഇതാക്കില്ല. അങ്ങനെ എൻ്റെ ജീവിതം നശിപ്പിച്ചിട്ട് ആരും അങ്ങനെ നന്മ കളിച്ചുകൊണ്ട് പോകണ്ട. ഓൻ്റെ റിയൽ ഫേസ് അങ്ങനെ കാണിക്കണം. ഒന്നാമത് അത് റിയൽ അല്ലടാ. അതിൻ്റെ ഫുൾ വീഡിയോ ഇടാൻ പറയടാ. അതിന് ഫുൾ വീഡിയോ ഇല്ലടാ, മനസ്സിലാ. അതിന് ഫുൾ വീഡിയോ ഇല്ല. അതാ ഫസ്റ്റത്തെ കാര്യം. ഞാൻ ഒരു കാര്യം മനസ്സിലാക്കി. ഞാൻ വല്ലാത്തൊരു കാര്യം മനസ്സിലാക്കി. ഈ ലോകത്ത് പൈസ ഉണ്ടെങ്കിൽ എന്തും നടക്കും, മനസ്സിലാ. കേരളത്തിലല്ല, തമിഴ്നാട്ടിലല്ല, ഈ ലോകത്ത് ഇന്ത്യ ആണെന്ന് നമുക്ക് തോന്നുന്നില്ല. ലോകത്ത് പൈസ ഉണ്ടെങ്കിൽ എന്ത് പരിപാടിയും നടക്കും, മനസ്സിലാ. പൈസ ഇല്ലാണ്ട് നമ്മൾ ഈ പൈസ ഉള്ള ആൾക്കാരെ ഇതാക്കാൻ തന്നു കഴിഞ്ഞാൽ നമുക്ക് പണി കിട്ടും എന്നുള്ളൊരു സത്യം എനിക്ക് മനസ്സിലായി. ആ സത്യം എനിക്ക് മനസ്സിലായി. പൈസ ഇല്ലാണ്ട് നമ്മൾ ഇതായി കഴിഞ്ഞാൽ നമുക്ക് പണി കിട്ടും എന്നുള്ള സത്യം എനിക്ക് മനസ്സിലായി. അപ്പം എപ്പം വേണമെങ്കിൽ ഒന്നിക്ക് ഇന്ന് അല്ലെങ്കിൽ നാളെ, ഒന്നിക്ക് ഇപ്പം തന്നെ ചിലപ്പം വന്ന് പൊക്കും, അല്ലെങ്കിൽ നാളെ. അപ്പോൾ നാളെയോ മറ്റന്നാളോ ആയിട്ട് എന്നെ പൊക്കാത്തിടത്തോളം കാലം ഞാൻ ലൈവ് ചെയ്യും. പൊക്കാത്തിടത്തോളം കാലം ഞാൻ രാത്രി 10 മണിക്ക് കിക്കിൽ ലൈവ് ചെയ്യും. പോലീസ് വിളിച്ചോ? അതിനിടെ ഫോണും ഇതെല്ലാം സ്വിച്ച് ഓഫ് ആവും. എല്ലാം ഇതാക്കി അപ്പാട് ഇതാവും. രക്ഷപ്പെടാൻ പറ്റുന്നത്ര ജീവനും കൊണ്ട് രക്ഷപ്പെടാന്നുള്ള. സ്ഥലം എവിടെയാ? സ്നാപ്പ് ആയിട്ട് പിടിച്ചു കൊടുക്കാനല്ലടാ. 1000 ശത്രുവിന് എന്താ? ഹൂ ടേക്ക് ദ വീഡിയോ? എടാ ആ വീഡിയോ എടുത്തത് തൊപ്പി അല്ലെങ്കിൽ റാംബോ. ഇവരല്ലാണ്ട് ഒരിക്കലും വേറെ ആരും ആ വീഡിയോ എടുക്കൂല. അപ്പൊ ഇവരിതിനെ സപ്പോർട്ട് ചെയ്യായിരുന്നോ ചെയ്തത്? ഇനിയിപ്പോൾ അങ്ങനെ ആണെങ്കിൽ തന്നെ, ഒന്നാമത് ഉമ്മ സത്യമായിട്ട് അങ്ങനെയല്ല. ഇനിയിപ്പോൾ അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ ഇവരതിനെ സപ്പോർട്ട് ചെയ്യായിരുന്നോ ചെയ്തത്? എടാ ബുദ്ധി ഉണ്ടെങ്കിൽ ചിന്തിച്ച് നോക്കിയാൽ പോരെടാ. ലൈവിൽ സൂയിസൈഡ് ചെയ്യും നിങ്ങൾക്ക്. വൈ ആർ യു സ്കെയറിങ് ബ്രോ? എടാ ബ്രോ ഒന്നും കണ്ടിട്ടില്ലാന്ന് തോന്നുന്നല്ലേ? എന്തൊക്കെയാ നടക്കുന്നതൊന്നും കണ്ടിട്ടില്ലാന്ന് തോന്നുന്നല്ലേ? ഞാനും എല്ലാം അറിയില്ല. ഇങ്ങനെ കുറേ ഇതുണ്ട് അതുണ്ട് എന്നറിയാം. എന്തൊക്കെയാണെന്നൊന്നും കൃത്യമായിട്ട് അറിയില്ല, മനസ്സിലാ. ജയിൽ സ്ട്രീം ചെയ്യാനോ? ജയിലിലെല്ലാം എങ്ങനെയാടാ സ്ട്രീം ചെയ്യല്? എന്താടാ പറയുന്നത്? ബിലീവ് ഇൻ യുവർ സെൽഫ് ബ്രോ. എനിക്ക് എന്നതിൽ വിശ്വാസം ഉണ്ടടാ. പക്ഷെ ആരും നിങ്ങൾ കണ്ടോ ബ്രദർ? സത്യം എന്തായാലും പുറത്തു വരും, മനസ്സിലാ. സത്യം എന്തായാലും പുറത്തു വരും. അത് കണ്ടോ? അങ്ങനെ മാത്രമേ ഇത് തെളിയൂ. സത്യം പുറത്തു വരും. നമ്മളെല്ലാം എന്തെങ്കിലും ഇതാക്കിയാലും ആരാണ് ഇത് എന്നുള്ളത് എന്തായാലും സത്യം പുറത്തു വരും. നീ കേസ് കൊടുത്തോ? ഇല്ല, അതിൻ്റെ ഒന്നും കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല, മനസ്സിലാ.
അതിൻ്റെ ഒന്നും കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. നിന്റെ ഭാഗത്ത് തെറ്റില്ലെങ്കിൽ എന്തിനാ നീ ഇങ്ങനെ പേടിച്ചിരിക്കുന്നേ? ഓക്കെ, പൈസ ഉണ്ടെങ്കിൽ ഈ ലോകത്ത് ആർക്കും എന്തും ചെയ്യാം. അത് ബ്രോക്ക് മനസ്സിലാകാത്ത എന്തുകൊണ്ട് അറിയോ? ബ്രോ ഈ പറഞ്ഞ ഇത് അങ്ങനെ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകാത്തതുകൊണ്ടാണ് ബ്രോക്ക് മനസ്സിലാകാത്തത്. പൈസ ഉണ്ടെങ്കിൽ ഈ ലോകത്ത് എന്തും നടക്കും. ഞാൻ ഒരു കാര്യം മനസ്സിലാക്കി, പൈസ ഇല്ലാണ്ട് ഈ ലോകത്ത് ഒന്നും നടക്കില്ല. ആരും കൂടെ ഉണ്ടാവില്ല. ആരും കൂടെ ഉണ്ടാവില്ല. അത് മോനെ ഇത് 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 കുറിച്ചു വെച്ചോ. പൈസ ഇല്ലെങ്കിൽ ഈ ലോകത്ത് ഈ ലോകത്ത് ഒരു മനുഷ്യനും ഉണ്ടാവില്ല, ആരും ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. പട്ടീനെ പോലെ മരിക്കേണ്ടി വരും. മനസ്സിലായോ? പട്ടീനെ പോലെ മരിക്കേണ്ടി വരും. പൈസ ഉള്ളവന് ഇവിടെ എന്തും ചെയ്യാം, എന്തും ആക്കാം, പക്ഷെ ഒന്നും സംഭവിക്കില്ല. രാജാവിനെ പോലെ മരിക്കാം. അതൊരു യൂണിവേഴ്സൽ ട്രൂത്താണ്. ഇന്നല്ലെങ്കിൽ നാളെ ഇതാണോ? നമസ്കാരം കൂട്ടുകാരെ. ഞങ്ങക്ക് മനസ്സിലാ, ഞങ്ങക്ക് പേടിയാ. മനസ്സിലാ, ഞാൻ എന്താ ലോകത്തിൽ നടക്കാന്നുള്ള എനിക്ക് അറിയില്ല. മൗസ് ഉണ്ട്, ഒരു ചെറിയ വെബ് ക്യാം ഉണ്ട്, ഒരു കട്ട ഉണ്ട്, ഒരു മോണിറ്റർ ഉണ്ട്, 2 എണ്ണം. ഇതും കൊണ്ട് ഇതും ഒരു പെട്ടിയിലാക്കി ഞാൻ ഇറങ്ങി ഓർഡർ ചെയ്തത്. മനസ്സിലാ, എന്നിട്ട് എങ്ങനെയല്ലോ ആയിട്ടൊരു സ്ഥലത്ത് എത്തിപ്പെട്ടിട്ടുണ്ട്. ഈ സ്ഥലവും കൂടി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്തായാലും എന്നെ പൊക്കും. എന്തായാലും ഇന്നോ നാളെ ആയിട്ട് എന്നെ പൊക്കും. കാരണം എൻ്റെ കയ്യിൽ പൈസ ഇല്ല. എനിക്ക് ഈ പറഞ്ഞ പോലെ വക്കീലിനെ വെച്ച് വക്കീലിന് കൊടുക്കാനുള്ള പൈസ ഇല്ല, ഇതിനുള്ള ഇതില്ല. ഇതൊന്നും ഇല്ലാത്തതുകൊണ്ട് ആകെയുള്ള ഉമ്മാൻ്റെ പണയം വെച്ച് വാങ്ങിയ ഈ സാധനങ്ങൾ മാത്രമാണ്. ഇത് ഒരിക്കലും കൊടുക്കരുത് എന്നുള്ള ഇതൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഇതും കൊണ്ട് ഞാൻ ഓടിയതാണ്. മനസ്സിലാ, എന്താ ബ്രോ കമ്പാക്ക് വരുവാണെങ്കിൽ ഒരിക്കലും തൊപ്പി 2 ആകരുത്. ഇല്ല 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 ഇല്ല, ഒരിക്കലും ഇല്ല. ജാസി എവിടെയാടാ? എല്ലാവരും പോയടാ, എല്ലാവരും ഇതായി. കോപ്പിറൈറ്റ് കിക്കിൽ നോ കോപ്പിറൈറ്റ്. എന്നാ പിന്നെ കാണാം. നമസ്കാരം കൂട്ടുകാരെ, പ്രിയപ്പെട്ടവരെ, എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ. യൂട്യൂബിലെ ഗെയിമിംഗ് ചെയർ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇപ്പോൾ ഉള്ളത് ഒരു സുഹൃത്തിൻ്റെ അടുത്ത്. ഇത് എൻ്റെ ഗെയിമിംഗ് ചെയർ അല്ല. എൻ്റെ ഗെയിമിംഗ് ചെയർ ഉണ്ടോ നിങ്ങൾക്ക് അറിയില്ല. ഇതിപ്പോ ഒരു ഇതിലേ ഉള്ള. മനസ്സിലായോ? അപ്പൊ അതിന്റെ റീസൺ ഇത് സെൻസർഷിപ്പ് ഇല്ലാതെ എന്ത് തോന്നിയാസം സോഷ്യൽ മീഡിയ നമുക്കറിയാം. ഇപ്പൊ എന്നെ പൊക്കും എന്നുള്ള കാര്യം ഞങ്ങൾക്കറിയാം. ഇപ്പം എന്തായാലും വരുന്നുണ്ടാവും. മനസ്സിലായോ? എന്തായാലും വരുന്നുണ്ടാവും. എന്തായാലും എന്നെ പൊക്കും. ലൈവിൽ തന്നെ പൊക്കട്ടെ. മനസ്സിലായോ? എന്തായാലും ഇപ്പൊ വരും. ഇന്നോ നാളെയോ, നാളത്തെ ലൈവിലായിരിക്കും, ചിലപ്പോൾ ഇന്നത്തെ ലൈവിലായിരിക്കും. എന്തായാലും പൊക്കും. 100% ഷുവർ. നമുക്ക് എൻ്റെ അല്ല, നമ്മളെല്ലാവരെയും സത്യം പറഞ്ഞാന്നുള്ള ഒറ്റ കാരണത്തിൽ നമ്മളെല്ലാവരും ലൈഫ് പോയി. എന്നതിനാണോ പറയുന്നത്? ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് അവൻ്റെ എല്ലാം പുറത്ത് വിടുന്നതാണ് നല്ലത്. ഞാൻ പറയട്ടെ, നമ്മളതിലുള്ള സംഭവങ്ങളെല്ലാം നമ്മൾ കൈമാറിയിട്ടുണ്ട്. നമ്മളതിലുള്ള സത്യങ്ങളും സംഭവങ്ങളെല്ലാം നമ്മൾ കൈമാറിയിട്ടുണ്ട്. കാരണം ഈ പൈസ ഇതും വെച്ച് എങ്ങനെ ആൾ ഇതാക്കും എന്നൊക്കെ അറിയില്ല. മനസ്സിലാ, അല്ല പൈസ ഉള്ളതുകൊണ്ട് ചിലപ്പോൾ രക്ഷപ്പെടാടാ. മനസ്സിലായ? നമ്മളെന്തായാലും ചിലപ്പോൾ മിക്കവാറും അകത്താവും. എന്തായാലും മിക്കവാറും ഇന്നോ നാളെയായിട്ട് അകത്താവും. പരാതികൾ എറണാകുളം സൈബർ പോലീസ് കളമശ്ശേരി പോലീസിന് കൈമാറി. DCPയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് നടപടി. അശ്ലീല പ്രദർശനം, ലഹരി ഉപയോഗം, സ്ത്രീ വിരുദ്ധ അങ്ങനെ 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 ഒരുപാട് വകുപ്പുകൾ ചൂണ്ടിക്കാട്ടിയാണ് തൊപ്പിക്കെതിരെ ഈ പറഞ്ഞ പോലെ 2 എണ്ണം ഈ പറഞ്ഞ ഗാലറി വിഷൻ എന്ന് പറഞ്ഞ അവൻ്റെ പാട്ട് ഇറക്കുന്ന ടീമുണ്ടല്ലോ, അവരെ വെച്ചിട്ട് 2 എണ്ണം അതും തന്നു. അത് എപ്പോഴത്തെയോടാ 3-4 മാസം മുമ്പുള്ള ഇതാണോ തന്നത്? മനസ്സിലായോ? 3-4 മാസം മുമ്പുള്ള ഇതിനാണോ അവന് കോപ്പിറൈറ്റ് അടിച്ച് തന്നത്? മനസ്സിലായോ? അത് ഓൻ പറഞ്ഞു ഞാൻ റിയാക്ട് ചെയ്തതിന്. അറിയില്ല ബ്രദർ, അറിയില്ല. നടത്താൻ പോകുന്നു. പുറത്തു വരുന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ്. തെളിവുകൾ ഇതാണ് ഉറക്കണീച്ച ഇതാ. അപ്പൊ പറ്റുന്നത്ര സമയം ഉറങ്ങാം. മനസ്സിലായോ? കേസിന്റെ തുടർ നടപടികൾ, അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളെ കടക്കാൻ സാധ്യതയുണ്ടോ വിപിൻ? ലക്ഷക്കണക്കിന് രൂപ സമ്പാദിക്കുന്ന ഒരു യൂട്യൂബ് ഞാൻ എന്തായാലും മൂഞ്ചു. അത് നമുക്ക് ഉറപ്പായ കാര്യമാണ്. മനസ്സിലായോ? പൈസ ഇല്ലെങ്കിൽ നമ്മൾ മൂഞ്ചും. അത് നമുക്ക് ഉറപ്പായി. വെയിറ്റ് ആക്ക്.
അതിൽ വിശ്വാസം ഉണ്ടോ? യെസ്, 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 നോ, യെസ്, യെസ്, നോ. കുറേ കാര്യങ്ങൾ ഉണ്ടടാ ഈ പൈസ, വക്കീൽ. ഞാൻ ഇതെല്ലാം ഇപ്പം അടുത്താണ് ഈ സംഭവങ്ങൾ അറിയുന്നത്. മനസ്സിലായോ? ഈ പറഞ്ഞ പോലെ വക്കീലിനെ വെക്കണം, വക്കീലിന് ഇങ്ങനെ കൊടുക്കണം, അതും അങ്ങനത്തെ വക്കീലിനെ വെക്കണം. അത് പൈസ ഉണ്ടെങ്കിൽ അങ്ങനെ വെക്കാൻ പറ്റും. അതുകൊണ്ട് അറിയില്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ കോടതിക്ക് അങ്ങനെ തൊപ്പി ഷമീർ എന്നൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അവർക്ക് ന്യായം അനുസരിച്ച് ചെയ്യും. കോടതി സത്യം വാങ്ങി തരുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമുക്കറിയില്ല. നമുക്ക് എന്തായാലും നമുക്ക് സൂയിസൈഡ് ഈസ് ബെറ്റർ, ഡു ഇറ്റ്. ജയിലിൽ പോയി. എടാ എന്താടാ നിങ്ങൾ വിചാരിക്കുന്നത്? ഈ ജയിലിൽ എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇന്നേവരെ അതിൻ്റെ അകം കണ്ടിട്ടില്ല. സിനിമയിൽ കാണുന്നല്ലാണ്ട് ഈ ജയിൽ എന്താണെന്നോ ഇതെന്താണെന്നോ ഒന്നും അറിയില്ല. മനസ്സിലായോ? ഇതെല്ലാം ഇങ്ങനെ സിനിമയിൽ കാണുന്നല്ലാണ്ട് ഈ ജയിൽ എന്താണെന്നോ ഇതെന്താണെന്നോ ഒന്നും അറിയില്ല മുത്ത്. ഇതെല്ലാം ഇങ്ങനെ കാണുന്നല്ലാണ്ട് വിചാരിക്കും, അല്ലെങ്കിൽ പോയ ആൾക്കാരെല്ലാം ഇങ്ങനെ പറയുമ്പോൾ നമ്മളിങ്ങനെ വിചാരിക്കുന്നല്ലാണ്ട് നമ്മളെ ഇങ്ങനെ ഈ അവസ്ഥയിലാക്കിയിട്ട് നന്മ വരെ കളിച്ചിട്ട് നമ്മളെ ഇതാക്കിയിട്ട് പൈസ ഉണ്ടെന്നും പവർ ഉള്ളതുകൊണ്ടും ഇൻഫ്ലുവൻസ് ഉള്ളതുകൊണ്ടും മാത്രം നമ്മളെ ഇതാക്കാന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, അത് നടക്കൂല. മനസ്സിലായോ? സത്യം പുറത്തു വരണം, സത്യം പുറത്തു വരണം. അത് ഞാൻ ഇതാക്കിയിട്ടുണ്ട്. ഇനി ബാക്കി വരട്ടെ ബ്രദർ, വരട്ടെ. ജയിലിൽ പോകണോ ജയിലിൽ പോവാം, സത്യം പുറത്തു വരണം, അത്ര മാത്രമേ ഉള്ളൂ. അതിപ്പോൾ ആരുടെ ഭാഗത്തായാലും, എൻ്റെ ഭാഗത്തായാലും മോൻ്റെ ഭാഗത്തായാലും, ഇത് ഞാൻ ഫസ്റ്റ് ഡേ മുതൽ ഞാൻ പറയുന്ന കാര്യമാണ്. മനസ്സിലായോ? സപ്പോർട്ട് ചെയ്യുമെന്നാണ് ഞാൻ വിചാരിച്ചത്. അതും ഉണ്ട് നമുക്ക് തോന്നുന്നില്ലടാ, അതും ഉണ്ട് നമുക്ക് തോന്നുന്നില്ലടാ. മനസ്സിലായോ? കാരണം എന്താടാ അതിന് മാത്രം ഞാൻ ചെയ്തത് തെറ്റെന്താടാ? അതിന് മാത്രം ഞാൻ ചെയ്തത് തെറ്റെന്താടാ? പൈസയും പവറും ഉള്ള ഒരുത്തൻ്റെ സത്യം പുറത്ത് കാണിച്ചതാ, അതാണ് ഞാൻ ചെയ്തത് തെറ്റ്. എന്നിട്ടൊരു ഫേക്ക് ഇല്ലാത്തൊരു സാധനം പൊക്കിപ്പിടിച്ച് വന്നേരം അത് നിങ്ങളെ വിശ്വസിപ്പിച്ചിട്ട് പിറ്റേ ദിവസം ഓൻ്റെ ഇത് കാണിച്ച അപ്പത്തന്നെ നിങ്ങൾക്ക് മനസ്സിലാകണ്ടടാ അത് എന്താന്നുള്ളത്. പോളിടും എന്ത്? ഞാൻ സൂയിസൈഡ് ചെയ്യണോ വേണ്ടെന്നുള്ളത് ഞാൻ പോളിടണോടാ. സൂയിസൈഡ് ചെയ്യണോ വേണ്ടെന്നുള്ളത് പോളിടണോ? എന്തൊരു അവസ്ഥയായിരിക്കണം ഒരു മനുഷ്യൻ്റെ. ഈ പറഞ്ഞ പോലെ ഫാമിലിയും എല്ലാ സ്ഥലത്തു നിന്ന് കുത്തലും ഇതും കാണുന്നവര്. ബൈ ഗൈസ്, ബൈ. അതും എടുത്തോണ്ടാണ് ഞാൻ ഓടിയത് റോഡിലൂടെ. മനസ്സിലായി? അതും എടുത്തോണ്ടാണ് ഞാൻ ഓടിയത്. ഞാൻ ചളിയിൽ പോകാൻ പോയി, അതും എടുത്തോണ്ട് ഞാൻ ഓടിയതാ. കാരണം എന്താ ഞാൻ ചെയ്യേണ്ട ബ്രദർ? അപ്പൊ ഞാൻ എന്താ ചെയ്യേണ്ട ബ്രദർ? എന്താ ഞാൻ ചെയ്യേണ്ട അപ്പൊ? ഞാൻ ഉറങ്ങി എണീക്കുന്ന എങ്ങനെയാ അറിയോ? ജാസിയും അമ്മും എൻ്റെ കാലുണ്ടല്ലോ, എൻ്റെ കാലില് കണ്ണുനീര് വീണിട്ടാണ് ഞാൻ എണീക്കുന്നത്. മനസ്സിലായോ? എൻ്റെ കാലില് കണ്ണുനീര് വന്നിട്ടാണ് ഞാൻ എണീക്കുന്നത്. കാലില് കണ്ണീര് വന്നിട്ടാണ് ഞാൻ എണീക്കുന്നത്. തിരിഞ്ഞോ? അവരെ ഫോണും അവരേൽ അതല്ലല്ലോ ഉള്ളൂ. അപ്പൊ അതും കൊണ്ട് അവര് പോയി. എൻ്റെ കയ്യിൽ അതല്ലല്ലോടാ. എൻ്റെ കയ്യിൽ ഈ പറഞ്ഞ ഇതും കൊണ്ട് ഞാൻ എന്താടാ ചെയ്യണ്ടേ? ആർപ്പിയ ഉണ്ടെങ്കിൽ എന്തും നടക്കും. ഈ വണ്ടേ എന്നെല്ലാം പറഞ്ഞാൽ എനിക്കൊന്ന് ഉള്ളതാ. അത് കാര്യമാണ്. പൈസ ഉണ്ടെങ്കിൽ മണി മാറ്റേഴ്സ് ബ്രദർ, മണി മാറ്റേഴ്സ്. അതിൻ്റെ അപ്പുറത്തോട്ട് ആർക്കും ഒന്നും ഈ ലോകത്തില്ല. മണി മാറ്റേഴ്സ്. എന്തായാലും ഒന്നിക്ക് ചിലപ്പോൾ ഞാൻ ആത്മഹത്യ ചെയ്യും, അല്ലാണ്ട് വേറെ എന്തെങ്കിലും ചെയ്യും. ഇവിടെ 10 ആളുണ്ടെങ്കിൽ 10 ആളെങ്കിലും എന്നെ എന്തെങ്കിലും പറഞ്ഞ് സമാധാനിപ്പിക്കാതെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നത്. വാട്ട് ഈസ് ആർ ഒ ജി? എനിക്ക് അറിയില്ല.
ഞാൻ എന്തെങ്കിലും ഇടണ്ടേ, ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ഇടണം. ഞാൻ ഈ പറഞ്ഞ പൈസ എന്താന്നുള്ളത് ഞാൻ ആക്കുകയും ചെയ്യും, മനസ്സിലാ. അതങ്ങ് ആക്കണം ബ്രദർ. കാരണം അതില്ലാണ്ട് ഈ ലോകത്തൊന്നും നടക്കൂല എന്നുള്ള ആ ലോക സത്യം ഉണ്ടല്ലോ, അതിങ്ങനെ ഒരു അവസ്ഥയിലാണ് നമുക്ക് മനസ്സിലായി തുടങ്ങിയതല്ല, മനസ്സിലായത്. അല്ല, ആദ്യമേ മനസ്സിലാക്കണമായിരുന്നു, അതിന് പറ്റിയില്ല. കാരണം ഒരു മണ്ണബുദ്ധിയായിരുന്നു ഞാൻ സ്വയം. അതുകൊണ്ട് ബ്രദർ ബ്രദർ സ്ട്രീം ഞാൻ ചെയ്യും, ഞാൻ പൈസ ഉണ്ടാക്കും, മനസ്സിലാ. ഈ പറഞ്ഞ എന്നെ തള്ളി പറഞ്ഞ, എന്നെ കുറ്റം പറഞ്ഞ് എന്നെ ഊമ്പിച്ചവന്മാരും ഇതാക്കിയ എല്ലാവന്മാരുടെ മുമ്പിൽ ഞാൻ പൈസ ആക്കി കാണിച്ചു കൊടുക്കും ബ്രദർ. അതെങ്ങനെയാണെന്നോ എന്താണെന്നോ നമുക്കറിയില്ല. എനിക്ക് ആകെ അറിയുന്ന പണി സ്ട്രീമിംഗ് ആണ്. അത് ഞാൻ ചെയ്യും. ഇനിയിപ്പോൾ അത് ചെയ്ത് നടന്നില്ലെങ്കിൽ വേറെ എന്ത് ചെയ്തിട്ടാണ്, പാത്രം കഴിച്ചിട്ടാണെങ്കിലും പൈസ ഇല്ലാണ്ട് ഞാൻ മരിക്കൂല, മനസ്സിലാ. ഓക്കെ, ഞാൻ എന്ത് ചെയ്യാം ഇപ്പോൾ.